قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى. 65-ാമത്തെ ആയത്ത്. قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى. ജാലവിദ്യക്കാർ മൂസാ നബിയോട് ചോദിക്കുകയാണ്, ഹേ മൂസ, ഒന്നുകിൽ നീയാണോ ആദ്യമായി വടി താഴത്തേക്ക് ഇടുന്നത്, അല്ലെങ്കിൽ ഞങ്ങളാണോ ചെയ്യേണ്ടത് എന്ന്. ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖ. വാക്കുകളുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു, ഇമ്മാ അൻ തുൽഖിയ, ഒന്നുകിൽ നീ ഇടുക, വ ഇമ്മാ അൻ നകൂന അവ്വല മൻ അൽഖ, അല്ലെങ്കിൽ ഞങ്ങളാകാം ആദ്യം ഇടുന്നത്. ഇത് പറയുമ്പോൾ അവർക്ക് ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല എന്ന്. കാരണം മൂസാ നബിയുടെ വശം ഒരു വടി മാത്രമാണുള്ളത്. ജാലവിദ്യക്കാരുടെ അടുക്കല് ഒരുപാട് സാമഗ്രികളുണ്ട്, വടി, ഒരുപാട് ആളുകളുണ്ട്, അവരുടെ കൈകളിലൊക്കെ വടികളുണ്ട്, കയറുണ്ട്, അതെല്ലാം ഒരുപാട് സംവിധാനങ്ങൾ അവരുടെ കൈകളിലുണ്ട്. അതുകൊണ്ടാണ് അവരാ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള നിലക്ക് അവര് പറയുന്നു. ആ ഒരു അന്വേഷണം എന്ന് പറയുന്നത് കേവലം ഒരു നീതിയുടെയും മര്യാദയുടെയും ഭാഗമായിട്ട് ചോദിച്ചതല്ല, അവരുടെ വിജയപ്രതീക്ഷയിലുള്ള ഒരു ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ആയത്തിൽ അവർ പറയുന്നത് സൂറത്ത് ശുആറയിൽ നമുക്ക് കാണാം, വഖാലൂ ബിഇസ്സത്തി ഫിർഔന ഇന്നാ ലനഹ്ലുൽ ഗാലിബൂൻ. ഫിർഔനിന്റെ ഇസ്സത്ത് കൊണ്ട് ഞങ്ങൾ തീർച്ചയായും ജയിക്കുന്നവർ തന്നെയാണ് എന്ന്. ഫിർഔനാണ് സത്യം, അത് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമായ ഫറോവയാണ് സത്യം, ഞങ്ങൾ തന്നെയാണ് വിജയിക്കുക എന്ന് അവർ അഭിമാനത്തോടു കൂടി പറയുന്നു. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം ആദ്യത്തെ സ്ഥാനം അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആദ്യമായി രംഗത്തേക്ക് വരേണ്ടത് നിങ്ങളായിക്കോട്ടെ എന്നുള്ള നിലക്ക് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്. അത് അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അങ്ങനെ അവര് ചില ഉപായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അവരുടെ വടികളും കയറുകളും ഒക്കെ ഓടുന്ന പാമ്പുകളെ പോലെ ജനങ്ങളുടെ ദൃഷ്ടിയിൽ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂസാ നബിക്കും അത് ഓടുന്നതായി തോന്നുന്നുണ്ട്. അതിനെ ഞാൻ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട്. ആ ആയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. قال بل ألقوا فإذا هي حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. അദ്ദേഹം പറഞ്ഞു, ബൽ അൽഖു, അല്ല, നിങ്ങൾ ഇട്ടോളൂ, അൽഖു, നിങ്ങൾ ഇട്ടുകൊള്ളുക, ഫൈദൻ, അപ്പോൾ അതാ, ഹിബാലുഹും വഇസിയ്യുഹും,
അവരുടെ ഹിബാലുകളും അവരുടെ കയറുകളും അവരുടെ വടികളും. ഐന് സ്വാദ് അലിഫ് എഴുതിയിട്ട് അസ എന്നുള്ളതിനാണ് നമ്മൾ വടി എന്ന് പറഞ്ഞത്. അതിന്റെ ബഹുവചനമാണ് വടികൾ. ഹബിലുൻ എന്നാണ് കയറിന് പറയാ. ഹിബാലുൻ എന്ന് പറഞ്ഞ വടി, കയറുകൾ. യുഹയ്യലു തോന്നുന്നു, ഇലൈഹി അദ്ദേഹത്തിന് തോന്നി, മിൻ സിഹിരിഹിം അവരുടെ സിഹിർ കാരണത്താൽ, അവരുടെ ജാലവിദ്യ കാരണത്താൽ, അന്നഹ അവയൊക്കെ തസ്ആ ഓടുകയാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാമക്കും തോന്നുകയുണ്ടായി. فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. വാക്കുകളുടെ അർത്ഥം ക്ലിയർ ആണല്ലോ, കൂടുതൽ പറയേണ്ടതില്ലാന്ന് തോന്നുന്നു. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം എന്തുകൊണ്ടാണ് അവസാനമായി ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക? മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിലുള്ള വടി സീനാ താഴ്വരയിൽ വെച്ച് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത് പ്രകാരം താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത് പാമ്പായി മാറിയിട്ടുണ്ട്. ഫറോവയുടെ അടുക്കൽ വന്ന് വീണ്ടും അത് താഴെ ഇട്ടപ്പോ അത് പാമ്പായി മാറിയിട്ടുണ്ട്. പക്ഷെ ആ പാമ്പ് മറ്റെന്തെങ്കിലും ഒന്നിനെ വിഴുങ്ങി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചതായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയും. മാത്രല്ല, മൂസാ നബി അലൈഹിസ്സലാം ആദ്യം തന്നെ വടി താഴെ ഇട്ടാൽ എന്താ സംഭവിക്കുക? അതൊരു പാമ്പായി മാറും. പക്ഷെ അത് മാരണക്കാരുടെ കയറുകളും വടികളും ഒക്കെ പാമ്പായി മാറുമ്പോ കാഴ്ചക്കാർക്ക് അവ രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക? മൂസാ നബിയുടെ വടി താഴിട്ടപ്പോ ഒരു പാമ്പായി, മറ്റുള്ള ആളുകളുടെ കയറും വടിയൊക്കെ ഇട്ടപ്പോ അതും പാമ്പായി. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് എതിരാളികൾ ആദ്യമായി ഇടട്ടെ എന്ന് അദ്ദേഹം കരുതുന്നു. എന്താ സംഭവിക്കാൻ നോക്കാം, അതിനുശേഷം ആകട്ടെ താൻ വടി താഴെക്കിടുന്നത് എന്നാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമയുടെ വടി ഒരു യഥാർത്ഥ അത്ഭുതമാണെന്ന്, അഥവാ മുഅ്ജിസത്താണെന്ന് തെളിയിക്കാൻ മറ്റുള്ളവയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാകേണ്ടത് ഉണ്ടല്ലോ. കാരണം ഇവിടെ മൂസാ നബി അലൈഹി സ്വലാം വടിയിടുമ്പോ അവരുടെ സംഗതികളൊക്കെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിഴുങ്ങപ്പെടുന്ന വസ്തുക്കൾ വിഴുങ്ങുന്ന വസ്തുവിന് മുമ്പേ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. എന്താണോ അവിടെ വിഴുങ്ങപ്പെടുന്ന വസ്തുക്കൾ, അത് ഈ വിഴുങ്ങുന്ന വസ്തുവിന്റെ മുമ്പേ തന്നെ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ആ നിലക്കാണ് ഇങ്ങനെ ഒരു തീരുമാനം പറയാൻ അദ്ദേഹത്തിന് തോന്നുന്നത്, അല്ലെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് തോന്നിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിന്റെ ശക്തി വെളിപ്പെടുന്നതിന്റെ മുമ്പ് അവരുടെ കഴിവിന്റെ പരമാവധി അവർ പ്രകടിപ്പിക്കട്ടെ എന്നാണ് മൂസാ നബി കരുതുന്നത്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുണ്ട്. അവരുടെ കഴിവുകളൊക്കെ അവർ പുറത്തുകെടുത്തോട്ടെ, എന്നിട്ട് അതിന് ഒരു മറുപടി കൊടുക്കുന്നതാണല്ലോ നല്ലത് എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളോട് ഉള്ള വിശ്വാസത്തിന് എതിരായി വരുന്ന ആളുകളുടെ മുഴുവൻ അവരുടെ കഴിവുകളും അവരുടെ പുറത്തെടുക്കാൻ പറ്റാവുന്ന എല്ലാം പുറത്തെടുത്തതിന് ശേഷം നമുക്ക് വിശ്വാസത്തിൻ്റെതായ ശക്തി പ്രകടിപ്പിക്കാൻ സാധിക്കണം. അതിന് സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. ഈ വന്ന ആളുകളുടെ സിഹിർ, അവരുടെ ഈ ജാലവിദ്യ, അതിന്റെ പാരമ്യത്തിലെത്തിയ ശേഷം അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് അതിനെയെല്ലാം നിഷ്പ്രഭമാക്കും എന്ന് മൂസാ നബി അലൈഹി സ്വലാമക്ക് ബോധ്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെ അദ്ദേഹം ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കരുതേണ്ടതില്ല. മറിച്ച് എന്താണ് അദ്ദേഹത്തിന് ആവശ്യം? മൂസാ നബി അലൈഹി സ്വലാമെ സംബന്ധിച്ചിടത്തോളമുള്ള ആവശ്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഏറ്റെടുത്ത ഒരു സംഗതിയുണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യം ജനങ്ങൾക്ക് മുമ്പിൽ സ്ഥാപിക്കാൻ ഉള്ള അവസരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ നമ്മള് ഈ മാരണക്കാരായ ആളുകൾ അവർ കൊണ്ടുവന്ന കയറുകളും
അതേപോലെ വടികളുമൊക്കെ പാമ്പായി തോന്നിയ ഒരവസ്ഥയുണ്ടായല്ലോ. അതിന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് യുഹയ്യലു ഇലൈഹി എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് ഇതുപോലും തോന്നുകയുണ്ടായി എന്നാണ്. അപ്പൊ ഒരു തോന്നല് മാത്രമാണ്, അതിന് യാഥാർത്ഥ്യമൊന്നും ഇല്ലായിരുന്നു. ആ സിഹറിന് ഒരു യാഥാർത്ഥ്യം ഇല്ലായിരുന്നു. അത് വെറും കൺകെട്ടാണ്, അല്ലെങ്കിൽ ജാലവിദ്യയാണ് എന്നാണ് ഇവിടെ ഖുർആൻ എടുത്തു പറഞ്ഞത്. യുഹയ്യലു ഇലൈഹി, തോന്നുന്നു എന്നാണ്. അങ്ങനെ ഒരു തോന്നലാണ്, ഒരു മിഥ്യാബോധമാണ്, ഒരു ഇല്യൂഷനാണ്, ഒരു മിഥ്യാബോധമാണ് അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത്. കണ്ണിനെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ചില തന്ത്രങ്ങളാണ് ഈ സാഹിറന്മാർ കാണിക്കുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടത്. കാഴ്ചക്കാരായ ആളുകൾക്ക് മാത്രല്ല, മൂസാ നബിയെ പോലും ഒരു അദ്ദേഹത്തിന് പോലും സംശയമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു അവിടെ വന്ന ജാലവിദ്യക്കാർ അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിന് അങ്ങനെ ചലിക്കാൻ ആവശ്യമായ പല സംഗതികളും അവർ ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ വേണമെങ്കിൽ മെർക്കുറി ഒഴിച്ചു നോക്കൂ, ആ മെർക്കുറിയുടെ റിഫ്ലക്ഷൻ ഒന്ന് പരിശോധിച്ചു നോക്കൂ. സൂര്യന്റെ ചൂട് തട്ടുമ്പോ അതിലുണ്ടാകുന്ന അതേപോലെ ഈ ഗ്ലാസിന്റെ നമ്മുടെ ഒക്കെ കണ്ണാടിയുടെ ഒക്കെ റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോ ഒക്കെ ഈ മെർക്കുറി അതേപോലെ മെർക്കുറി പുരട്ടിയ വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ചലനവും അതേപോലെ ഉണ്ടാകുന്ന സംഗതികളൊക്കെ നമുക്ക് പരിശോധിച്ചു നോക്കാം. ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. മെർക്കുറിയുടെ റിഫ്ലക്ഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അത് പുരട്ടി പിന്നെ വസ്തുക്കളുടെ ഒക്കെ ചലനങ്ങളൊക്കെ, ചലിക്കുന്ന രൂപങ്ങളൊക്കെ അതിലിങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പല വ്യാഖ്യാതാക്കളും പറഞ്ഞത് അവർ ആ കയറുകളിലും വടികളിലുമൊക്കെ മെർക്കുറി അഥവാ നമ്മൾ പറയുന്ന രസം എന്ന് പറയുന്ന ആ സാധനം പുരട്ടിയതായിരുന്നു. അത് സൂര്യന്റെ ചൂട് തട്ടിയപ്പോൾ വികസിക്കുകയും അത് ചലിക്കുന്നതായി തോന്നുകയും ചെയ്തു എന്നാണ് അത് സംബന്ധമായിട്ട് പറയപ്പെടുന്നത്. കാരണം എന്ത് തന്നെയായാലും അതൊരു യാഥാർത്ഥ്യമായിരുന്നില്ല എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ മാരണം ചെയ്യുന്നവന് പോലും അതൊരു കയറാണെന്ന് അറിയാമായിരുന്നു. ഇങ്ങനെ ഒരു സിഹർ ചെയ്യുന്ന ആൾക്ക് ഇത് യഥാർത്ഥത്തിൽ കയറാണെന്ന് അറിയാം. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ മുഅ്ജിസത്തും അവരുടെ സിഹറും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് ബോധ്യപ്പെടുന്നത്. ഇനി അമാനി മൗലവി ഇതിനെ വിശദീകരിച്ചു പോകുമ്പോൾ പറയുന്ന ചില സംഗതികളുണ്ട്. ഫലമ്മ അൽഖൗ സഹറു അഅ്യുനന്നാസ് എന്ന് പറയുന്നുണ്ട് സൂറത്തുൽ അറാഫിൽ. അവർ അവരുടെ ഈ കയറുകളും വടികളൊക്കെ നിലത്തേക്കിട്ടപ്പോ സഹറു അഅ്യുനന്നാസ്, ജനങ്ങളുടെ കണ്ണുകൾക്കാണ് അവർ സിഹർ ചെയ്തത്. ജനങ്ങളുടെ കണ്ണുകൾക്കാണ് അവർ സിഹിർ ചെയ്തത് എന്നത്. അപ്പൊ ഈ കാളുകൾ അവിടെ ചെയ്തത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു, കണ്ണിന് സിഹിർ ചെയ്യായിരുന്നു. എന്ന് പറഞ്ഞ എന്താ, ആ കണ്ണിന്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചയെ നഷ്ടപ്പെടുത്തും വിധത്തിൽ, മറ്റൊരു സംഗതിയായി തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമലവി അതിനെ വിശദീകരിച്ചു പോകുമ്പോ ഉള്ള സംഗതികളാണ് ഇനി ഞാൻ വായിക്കുന്നത്. ജാലവിദ്യ കേവലം ഒരു പകിട്ട് മാത്രമാണ്, അതിൽ യാഥാർത്ഥ്യം ഒന്നുമില്ല എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. ജാലവിദ്യ എന്നത് ഒരു തരം അസാധാരണ കഴിവാണെന്ന ഒരു ധാരണയും വിശ്വാസവും ജനമധ്യേ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാൽ പല നാശങ്ങളും സമുദായ മധ്യേ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിഹിർ എന്ന വാക്കിനാണ് ജാലവിദ്യ എന്ന് അർത്ഥം കൽപ്പിച്ചത്. ഇന്ദ്രജാലം, ആഭിചാരം, പകിട്ട്, ചെപ്പടി വിദ്യ, കൺകെട്ട് വിദ്യ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളും അതിന് വരാവുന്നതാണ്. എന്തൊക്കെ അർത്ഥങ്ങളുള്ളത് അതിന്? ഇന്ദ്രജാലം, ആഭിചാരം, പകിട്ട്, ചെപ്പടി വിദ്യ, കൺകെട്ട് വിദ്യ. അതേപോലെ ആകർഷണം, മാരണം, മന്ത്രവാദം, വശ്യശക്തി ആദിയായ അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. ക്ലിയർ ആയല്ലോ? ഈ വാക്കുകളിലൊക്കെ, ഈ അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സിഹിർ. ഏത് തരത്തിലുള്ള സിഹിറുകളാണെങ്കിലും അതിനൊക്കെ ഖുർആൻ കൃത്യമായി പറയുന്നത് പോലെ, ഇനി നമ്മൾ അടുത്ത ആയത്തിലൊക്കെ കാണുന്നത് പോലെ, അത് വെറും മായാജാലമാണ് എന്നാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായകൃത്യങ്ങൾക്കാണ് പൊതുവിൽ സിഹിർ എന്ന് പറയുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ല പലപ്പോഴും. പക്ഷെ ഇത് ഇത്തരത്തിലുള്ള ജാലവിദ്യകൾക്കൊക്കെ
അവർക്കെങ്കിലും മനസ്സിലാകുന്നല്ലോ. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് മെർക്കുറി പുരട്ടിയതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപായ ക്രിയകൾ ഉപയോഗിച്ചതാണ് എന്ന് അവർക്കറിയാം. കാണുന്ന ആളുകൾക്ക് അവരുടെ സഹറു അയ്യുനന്നാസ്, അവരുടെ കണ്ണിനെ സിഹിർ ചെയ്തത് കൊണ്ട് അവരുടെ കണ്ണിന് അതിനെ കൃത്യമായി കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒരു അവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് അവർക്കത് പെട്ടെന്ന് കാണാം. വളരെ വേഗതയിലാണല്ലോ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയും അദ്ദേഹം പറയുന്നത് ഇസ്മിന്റെ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രവാദങ്ങളും തൽസമാത്ത് എന്ന ആ സംഗതികളുണ്ടല്ലോ, ഇസ്മിന്റെ പണി എന്നൊക്കെ പറയുന്ന തൽസമാത്ത് എന്നൊക്കെ പറയുന്ന ഈ സംഗതികളും സിഹിറിന്റെ ഇനത്തിൽപ്പെട്ട സംഗതികൾ തന്നെയാണ്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കി. എന്താണ് സിഹിർ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽപ്പെട്ട ഒരിനമാണ് ഇവിടെ സാഹിറന്മാർ വന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമക്ക് പോലും തോന്നുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന്. അദ്ദേഹത്തിന് പോലും യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം, അവരുടെ സിഹിർ കാരണത്താൽ അദ്ദേഹത്തിന് തന്നെ തോന്നി അന്നഹാ തസ്ആ, അതൊക്കെ ഓടി നടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇങ്ങനൊരവസ്ഥ ഉണ്ടായപ്പോ അതിനെ ഖുർആൻ ഒന്നുകൂടെ വിശദീകരിക്കുന്നു. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസാ ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى. അപ്പോൾ മൂസ നബിക്ക് തന്റെ മനസ്സിൽ ഒരു പേടി തോന്നി. ഔജസ ഫി നഫ്സിഹി, തന്റെ മനസ്സിൽ തോന്നി, പേടി തോന്നി. ഖീഫത്തൻ, ഒരു തരത്തിലുള്ള പേടി മൂസാ നബിക്ക്. ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ, നാം പറഞ്ഞു ലാ തഖഫ്, നീ പേടിക്കേണ്ട, ഇന്നക അൻതൽ അഅ്ലാ, തീർച്ചയായും നീ തന്നെയാണ് കൂടുതൽ ഔന്നത്യം നേടുന്നവൻ. അല്ല അല, ഏറ്റവും ഉന്നതനാകുന്നവൻ, ഔന്നത്യം നേടുന്നവൻ. ഇന്നക, തീർച്ചയായും നീ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനുള്ള വാക്കുകൾ ഔജസ, അദ്ദേഹത്തിന് തോന്നി, ഉള്ളിൽ ഭയം തോന്നുന്നതിനാണ് ഔജസ എന്ന് പറയുന്നത്. അതൊന്നും കൂടെ ക്ലിയർ ആക്കുന്നു. ഫി നഫ്സിഹി, തന്റെ മനസ്സിൽ തോന്നി. ഖീഫത്തൻ, ഒരു തരത്തിലുള്ള ഭയം, ഒരു പ്രത്യേക ഭയം തോന്നി മൂസാ നബിക്ക്. ഖുൽനാ, നാം പറഞ്ഞു, ലാ തഖഫ്, നീ ഭയപ്പെടേണ്ട, ഇന്നക, തീർച്ചയായും നീ, അൻത, നീ തന്നെയാണ്, അല്ല അല, ഏറ്റവും ഉന്നതനായിട്ടുള്ള ആള്. ഔജസ എന്നാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഔജസ എന്ന വാക്ക് അൽ ഈജാസ് എന്ന മൂലപദത്തിൽ നിന്നുള്ളതാണ്. ഈജാസ് എന്താണ്? അൽ ഈജാസ് എന്ന് പറഞ്ഞാല് ഹൃദയത്തിൽ അനുഭവപ്പെടുന്നതും എന്നാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വ്യാപിക്കാത്തതുമായ ഭയത്തിന്റെ ഒരു നേരിയ ചലനം എന്നാണ് അൽ ഈജാസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൃദയത്തിൽ അങ്ങനെ, മനസ്സിൽ അങ്ങനെ അനുഭവം, എന്നാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അത് വ്യാപിക്കോ ഇല്ല. അതുകൊണ്ട് ഒരു പ്രത്യാഘാതം ഉണ്ടാവില്ല. മനസ്സിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഭയം, ഈ ഭയം കാണിക്കാനാണ് എന്ന് എടുത്തു പറഞ്ഞത്. അപ്പൊ അതിനേക്കാൾ വലിയ ഭയം നമുക്ക് നമുക്കുണ്ടാകാമോ? ഇത്തരത്തിലുള്ള സാഹിറന്മാർ കാട്ടിക്കൂട്ടുന്ന മായാജാലങ്ങൾ കാരണം, തന്ത്രങ്ങൾ കാരണം നമുക്ക് അനുഭവപ്പെടുന്ന ഭയം എന്ന് പറയും. ഭയം ഉണ്ടാകാം, പക്ഷെ അത് കാണുമ്പോ ഒരു വലിയ സർപ്പങ്ങളെ കാണുമ്പോ ഒക്കെ ഭയം ഉണ്ടാകുമല്ലോ. ആ ഒരു ഭയം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു ഭയാണ്. അത് ഏത് മനുഷ്യനുണ്ടാകാവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ മാത്രം ഉള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഔജസ ഫീ നഫ്സിഹി എന്ന് പറഞ്ഞത്. അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. അതായത് ആ ഭയം കാരണം അദ്ദേഹം ഓടാനോ പിന്തിരിയാനോ ശ്രമിച്ചിട്ടില്ല. നേരത്തെ അദ്ദേഹം ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു വടി പെട്ടെന്ന് നിലത്തിട്ട് ശരിയായ പാമ്പായി മാറിയപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഓടിയിട്ടുണ്ട്. അതൊരു സിഹിറായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നു, അതൊരു ഹഖീഖത്തായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നാക്കം ഓടിയത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നീ ഓടരുത്, പിന്നാക്കം ഓടല്ല, മുന്നോട്ട് തന്നെ വാ, എന്നിട്ട് അതിനെ പിടിക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഓർഡർ കൊടുക്കുന്നത് അതുകൊണ്ടാണ്.
ഇവിടെ അദ്ദേഹം ഈ സംഗതികളെ കണ്ടപ്പോ അദ്ദേഹത്തിന് ഉള്ളിലൊരു ഭയം തോന്നിയെങ്കിലും അത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളെ ബാധിച്ചില്ല. അദ്ദേഹം പിന്നോട്ട് ഓടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അദ്ദേഹം പിന്തിരിഞ്ഞു പോകാൻ ഏർപ്പെട്ടിട്ടില്ല. ഇതൊരു മാനസികമായ തോന്നലിന് ശേഷം വരുന്ന ഒരു ഒരു തരം പ്രകടനം, ഒരു തരം അവസ്ഥയാണ് ഇവിടെ ഔജസ എന്നുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം ഭയപ്പെടാനുള്ള യഥാർത്ഥത്തിലുള്ള കാരണം മറ്റ് പലതുകൊണ്ടായിരുന്നു എന്നാണ് മറ്റൊരർത്ഥത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അതെന്താണ്? മരണക്കാരുടെ കയറുകളും വടികളും ജനങ്ങളുടെ കൺമുന്നിൽ വെച്ച് പാമ്പുകളായി മാറുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമക്ക് ഭയം തോന്നി. അതിനുള്ള കാരണങ്ങൾ ഒന്ന് പണ്ഡിതന്മാർ പറയാണ് കേട്ടോ. ഈ ഭയത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ജനങ്ങൾ ആ കാഴ്ചയിൽ മതിമറന്നു പോകുമോ എന്നതായിരുന്നു. അങ്ങനെ മതിമറന്നു പോയാൽ പിന്നെന്താ സംഭവിക്കുക? മരണക്കാരുടെ ഈ ഗംഭീരമായ പ്രകടനം കണ്ട് ആ ജനങ്ങളൊക്കെ ആവേശഭരിതരായി വലിയ വലിയ തരത്തിൽ അവർ ആവേശം കൊണ്ട് ഇനി ഇവർ തന്നെയാണ് വിജയികൾ എന്ന് പ്രഖ്യാപിച്ച് സദസ്സ് പിരിച്ചുവിട്ട് മൂസാ നബിക്ക് അലൈഹി സ്വലാമക്ക് ഒരു അവസരം കൊടുക്കാതിരിക്കപ്പെടുമോ എന്ന തരത്തിലുള്ള ഒരു ഭയമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആളുകളൊക്കെ ഇത് കണ്ട് വലിയ ആവേശഭരിതരായി. അപ്പൊ ഇനി ഒരു എതിരാളിയുടെ ആവശ്യമില്ല, ഇതൊരു വമ്പിച്ച വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സദസ്സ് തന്നെ പിരിച്ചുവിട്ടേക്കുമോ എന്ന അദ്ദേഹത്തിന്റെ വടി തായിട്ട് യഥാർത്ഥ അത്ഭുതം കാണിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവസരം ലഭിക്കാതെ പോകുമോ എന്ന ആശങ്കയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഭയമായിരുന്നു യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹി സ്വലാമൊക്കെ ഉണ്ടായിരുന്നത് എന്നിങ്ങനെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. നമ്മളതിന്റെ വിശദമായ ചർച്ചകളിലേക്ക് പോവല്ല. പക്ഷെ ഇതൊരു സ്വാഭാവികമായ മനുഷ്യന്റെ ഒരു പ്രതികരണമാണ്. എന്നൊരു സാധനത്തെ കണ്ടാ പെട്ടെന്ന് പേടിച്ചു പോകുമല്ലോ. പക്ഷെ അവിടെ നമ്മൾ നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു ഭയം ഒരു കാഴ്ച കാണുമ്പോ ആർക്കുണ്ടാകും? ഒരു ഞെട്ടലുണ്ടാകും. അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഒരു ഞെട്ടലും ഒരു സംഗതി കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഞെട്ടലും എന്ന് പറയുന്നതിന് ഒരു ഭയം എന്ന് വിശേഷിപ്പിച്ചുകൂടാ. ഇതിനെ കണ്ട് പേടിച്ചു, അല്ലെങ്കിൽ അത് പേടിക്കേണ്ട സംഗതിയാണ് എന്നൊന്നും അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുണ്ടായത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഭയമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭയമാണ്. അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോകുമോ എന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഭയമാണ് അവിടെ ഉള്ളത്. ഇനി ഞാൻ അതിന്റെ അവസാനത്തിലേക്ക് പോകാം. ഇവിടെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എന്താണ് മൂസാ നബിക്ക് പിന്നെ എന്തിനാണ് കാത്തുന്നത്? അങ്ങനെ ഒരു ഭയം തോന്നേണ്ട അവസ്ഥ എന്തുകൊണ്ട് വന്നു? അദ്ദേഹത്തിന് ഒന്നുകിൽ ആദ്യം തന്നെ വടിയിടാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വടിയിട്ട് പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ? എന്തിന് കാത്തു നിൽക്കണം എന്നൊരു ചോദ്യം വരാം. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോ ഇതിനുള്ള യഥാർത്ഥത്തിലുള്ള ഉത്തരം എന്ന് പറയുന്നത്, മൂസാ നബി അലൈഹി സ്വലാം പ്രവർത്തിച്ചിരുന്നത് അള്ളാഹുവിൽ നിന്നുള്ള നേരിട്ട നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു എന്നതാണ് അതിനുത്തരം. അപ്പൊ പടച്ചവന്റെ നിർദ്ദേശം കിട്ടണം. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അദ്ദേഹത്തെ സദാ നിരീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു. ഓരോ സന്ദർഭത്തിലും ആവശ്യമായ പുതിയ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് നേരിട്ട് ലഭിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ വടി താഴെ ഇടാനുള്ള നിർദ്ദേശം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കാണ്. ആ ഒരു സംഭവം നടന്ന് ആളുകളൊക്കെ അവരുടെ വടി ഇട്ട് കഴിഞ്ഞ് ഒരു വലിയ സംഭവമായി ജനങ്ങൾക്കൊക്കെ തോന്നിയതിനു ശേഷം ആണ് അദ്ദേഹത്തിന്റെ വടിയിടാനുള്ള കൽപ്പന അള്ളാഹുവിൽ നിന്ന് വരുന്നത്. അതിന് ശേഷമാണ് അദ്ദേഹം കൽപ്പന അവിടെ നടപ്പാക്കുന്നത് എന്നാണ് നമ്മൾ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. ഒരു വിശ്വാസി എന്നത് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കും. നിർണായക നിമിഷങ്ങളിലൊക്കെ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും, പേടി തോന്നും, പലതും ഉണ്ടാകുക എന്നുള്ള സ്വാഭാവികമായി. വിശ്വാസി എന്നുള്ളവർക്ക് ഒരിക്കലും പേടിക്കാത്ത ഒരാള്, സമ്മർദ്ദമില്ലാത്ത ഒരാള്, ഒരു സംഘർഷവും ഇല്ലാത്ത ഒരാള് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉണ്ടാകും ഇതൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള ഏത് അവസരങ്ങളിലും
യഥാർത്ഥ വിശ്വാസം നമ്മളിലുള്ള നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം ഉണ്ടല്ലോ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വികാരങ്ങൾ ഉണ്ടല്ലോ, അവനിലുള്ള വിശ്വാസവും ആ കരുത്തുമുണ്ടല്ലോ, ഏത് തരം ഭയത്തെയും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഭയത്തെ ഇല്ലാതാക്കുകയല്ല, മറിച്ച് ആ ഭയപ്പാടുകളെ അതിജീവിച്ചുകൊണ്ട് ആ സമ്മർദ്ദങ്ങളെയും മാനസികമായ സംഘർഷങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്നൊരു പാഠമാണ് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു വിശ്വാസി അനുഭവിക്കുന്ന സമ്മർദ്ദവും നിർണായകമായ നിമിഷങ്ങൾ ഉണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങളും ഒക്കെ തികച്ചും സ്വാഭാവികമാണ് എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ വിശ്വാസം ഭയത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഭയമുണ്ടാകും, ഭയപ്പാടുകൾ ഉള്ളതോടുകൂടെ തന്നെ ആ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ആ ഭയത്തെ ഇല്ലാതാക്കാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഈ നിലക്ക് അദ്ദേഹത്തോട് പറയുന്നത് 68-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ ഒരു ഉറപ്പും സഹായവും നൽകിയാണ്. മൂസാ നബിയുടെ മനസ്സിൽ ഭയം ഉടലെടുത്ത ആ ഒരു സംഗതി അള്ളാഹു മനസ്സിലാക്കിയല്ലോ. മനസ്സിന്റെ ഉള്ളിലൊരു ഔജസ, മനസ്സിന്റെ ഉള്ളിലുള്ള ആ പേടിയെ സംബന്ധിച്ച് അള്ളാഹു മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഖഫ്, നിങ്ങൾ പേടിക്കരുത് മൂസ. ഒരു ടെലിഗ്രാം സന്ദേശം പോലെ മൂസാ നബിക്ക് അദ്ദേഹം ഒരു സന്ദേശം ലഭിക്കുകയാണ്, നീയാണ് വിജയി, ഇന്നക അൻതൽ അഅ്ലാ ലാ തഖഫ്, പേടിക്കരുത്, ലാ അന്നക അൻതൽ അഅ്ലാ, നീയാണ് വിജയി, അതിനാൽ നീ സമാധാനമായിരിക്കുക എന്ന ഒരു ചെറിയ സന്ദേശം, ഒരു ടെലിഗ്രാം ചെയ്യുന്നത് പോലെയുള്ള ഒരു ചെറിയ സന്ദേശം മൂസാ നബിക്ക് അലൈഹിസ്സലാമക്ക് വളരെ ലളിതമായ എന്നാൽ അതിശക്തമായ ഒരു സന്ദേശം മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു ആ സമയത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സന്ദേശമാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. ഇത്തരത്തിലുള്ള ആശങ്കകൾ നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നപ്പോ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ഉറച്ച ഈ ഒരു സമാധാനം കൊള്ളാനുള്ള, നിങ്ങളാണ് വിജയിക്കുക, നിങ്ങൾ പേടിക്കേണ്ട ആളുകളല്ല എന്നുള്ള, നീ വിജയിക്കുമെന്ന ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാദുനദിരി എന്നറിയാം, നീ വിജയിക്കുമെന്നൊരു ഉറപ്പ് നീ പറഞ്ഞതിന് ശേഷമാണ് അടുത്ത ആയത്തിലേക്ക് അള്ളാഹു പോകുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു മൂസാ നബിക്ക് പിന്നീടാണ് ഉത്ബോധനം നൽകുന്നത്. മനസ്സിലായോന്നറിയില്ല. ഇവിടെ അള്ളാഹു ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ എന്ന് പറയുമ്പോ ആദ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു ശക്തി പകരുകയാണ്, നീ പേടിക്കേണ്ട, നീയാണ് വിജയി. അതിങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് എങ്ങനെ ഇതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വരുന്നത്. അതാണ് അടുത്ത ആയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അത് പറയുന്നത് അടുത്ത ആഴ്ചയിലേക്ക് വെക്കാം. ഈ ആയത്തുകളും അവസാനിപ്പിക്കുമ്പോ ഭയപ്പെടേണ്ട എന്ന കൽപ്പന നമ്മുടെ ഹൃദയത്തിന്, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ശാന്തി നൽകിയതാണ്. ഇങ്ങനെ ഒരുപാട് കൽപ്പനകൾ മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് നൽകപ്പെട്ടതുപോലെ പല പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. പേടിക്കേണ്ടതില്ല, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയാൻ ആരാണ് പറയേണ്ടത്? അങ്ങനെ പറയുന്നത് ആരാണ്? അള്ളാഹുവാണ് പറയുന്നത്. അള്ളാഹു വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോ വിശ്വാസികൾ അതിൽ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ഇന്നക അൻതൽ അഅ്ലാ, നീയാണ് ഏറ്റവും ഉന്നതൻ എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതരെന്ന് പറയുമ്പോ അതൊരു മുഖവിലക്കെടുത്തുകൊണ്ട് പേടിക്കാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഈ ഉന്നതി എന്ന് പറയുന്നത് എന്താണ്? ഈ ഉന്നതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളാണ് ഉന്നതി എന്ന് പറയുന്നത്, നിങ്ങളാണ് ഏറ്റവും വിജയി എന്ന അർത്ഥത്തിൽ മാത്രമാണോ? കേവലം ആ മത്സരത്തിലെ ഒരു വിജയം മാത്രമല്ല, മറിച്ച്
സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ധാർമ്മികവും ആത്മീയവുമായ ഒരു ഔന്നത്യം കൂടെയാണ്. നമ്മൾ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഒക്കെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? വലിയ ആൾക്കൂട്ടമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാനസികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിജയം ഉണ്ടല്ലോ, ഞാൻ എന്തായാലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പക്ഷത്താണ്, നന്മയുടെയും ഹക്കിന്റെയും ഭാഗത്താണ് ഞാനുള്ളത് എന്ന ഒരു ഔന്നത്യ വിചാരം, അതാണ് അങ്ങനെയുള്ള ഒരു തോന്നിച്ച. അങ്ങനെ എത്ര അസത്യം എത്ര വലുതായി തോന്നിച്ചാലും, ഒരുപാട് ആളുകളും ഒരുപാട് സാഗരന്മാരും ഒരുപാട് ഇന്ദ്രജാലങ്ങളും ഒക്കെയായി വന്ന ആ ആളുകൾ അതൊരു വലിയ ഒരു സംഗതിയായിട്ട് അവിടെ തോന്നിച്ചു. അങ്ങനെ അസത്യം എത്ര തന്നെ വലുതായി നമ്മുടെ മുമ്പിൽ തോന്നിച്ചാലും അവസാന വിജയം സത്യത്തിന് തന്നെയായിരിക്കും എന്ന ഒരു ഉറപ്പ് കൂടെ നൽകുന്ന ഒരു ആയത്തായിട്ടാണ് എന്ന് പറയുന്ന ഒരു ആയത്തിന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം വടി നിരത്തിടുന്നുണ്ട്. അത് ഇടേണ്ട താമസം ആ ജാലവിദ്യക്കാർ ജനങ്ങളെ പകിട്ടാക്കി കാണിച്ച വ്യാജ പാമ്പുകളെയൊക്കെ അത് വിഴുങ്ങുന്നുണ്ട്. സൂറത്തുൽ ആറാഫിൽ പറയുന്നുണ്ട് അപ്പോഴൊക്കെ അവരുടെ എല്ലാ സംഗതികളെയും വിഴുങ്ങിക്കളയുന്നുണ്ട്. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചത് ജാലമല്ല, കപടമല്ല എന്നൊക്കെ ആ ജാലവിദ്യക്കാർക്ക് ബോധ്യപ്പെടുന്ന സംഗതികളെ സംബന്ധിച്ചാണ് അടുത്ത ആയത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ അള്ളാഹു മൂസാ നബിക്ക് നൽകുന്ന ആ ഉറപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോ, ഈ ഒരു സംഭവം, ഇങ്ങനെയുള്ള അള്ളാഹു അദ്ദേഹത്തിന് നൽകുന്ന ഈ ഒരു ഉറപ്പിനെ സംബന്ധിച്ച്, ആ ഒരു സംഭവത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു തന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമയെ ഒരു ദൗത്യം ഏൽപ്പിച്ച് തനിച്ച് വിടുകയായിരുന്നില്ല. മറിച്ച് ഓരോ നിമിഷവും അള്ളാഹു അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് വേറൊരു ഭാഗത്ത് പറഞ്ഞില്ലേ, ഇന്നീ മഹക്കുമ അസ്മോ അറ, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞു പോയതാണ്. അപ്പൊ ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ തൗജീഹാത്ത് മുബാശിറ എന്ന് പറയാം, ആ അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂസാ നബിയുടെ ദൗത്യം പൂർണ്ണമായും അള്ളാഹുവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് ഈ ഒരു സംഗതികൾ വെച്ചുകൊണ്ടൊക്കെ നമുക്ക് പരിശോധിക്കാം. ഇനിയാണ് ഇങ്ങനെ ഒരു ധൈര്യം പകർന്നതിന് ശേഷമാണ് അള്ളാഹു 69-ാമത്തെ ആയത്തിൽ കാണുന്നത് പോലെ എന്താണ് നീ ചെയ്യേണ്ടത് എന്ന കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമ്മൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലാകാം കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് തുണ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാകപ്പിഴപ്പുകളെല്ലാം തന്നെ അള്ളാഹു നമുക്ക് പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തതുപോലെ ഒന്നിക്കാൻ അള്ളാഹുവിന്റെ പരലോകത്തിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കുകയും അത് പൂർത്തീകരിച്ചു കൊടുക്കുകയും ഭംഗിയാക്കി കൊടുക്കുകയും ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഒക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കുമാറാകണേ. ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളിലും ഒക്കെ സമാധാനവും സന്തോഷവും നൽകുമാറാകട്ടെ. നിന്റെ ശരിയായ ഈമാനോടുകൂടി ഇസ്ലാമോടുകൂടി ജീവിക്കാനും അതിനോട് തന്നെ ഈമാനോടുകൂടി തന്നെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാനും അള്ളാഹുവെ നീ ഞങ്ങളെല്ലാവരെയും തുണക്കുമാറാകണേ. ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന്, കഠിനമായ രോഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകണേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين وجزاكم الله